ഹായ്, നമസ്കാരം. ഞാൻ അരുൺ തഥാഗത്. ഇപ്പം ഞാനുള്ളത് മോണ്ടിനെഗ്രോയിലെ ബാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നുള്ള കടൽ തീരത്തിൻ്റെ അഡ്രിയാറ്റിക് സമുദ്രത്തിൻ്റെ വ്യൂവും സൂര്യോദയവും ആണ് കണ്ടത്. സൂര്യോദയം തൊട്ട് പുറകിലാണ്. അത് ക്യാമറയിൽ കിട്ടുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യാത്രയുടെ ഇടയ്ക്ക് കാണുകയായിരുന്നു ശശി തരൂരിൻ്റെ പലയിടത്തുള്ള സംസാരങ്ങളും ഇന്ത്യൻ ഡെലിഗേഷനെ വിട്ടതുമൊക്കെ. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ചിലവ് പറയണമെന്ന് തോന്നി. ഞാൻ വളരെ ബോധപൂർവം ഇപ്പോൾ കുറേ കാലമായിട്ട് രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും മിണ്ടാറില്ലാത്തതാണ്. പക്ഷേ അതിനകത്ത് പറഞ്ഞില്ലെങ്കിൽ അത് ഒരു ഇന്ത്യൻ എന്നുള്ള നിലയ്ക്ക് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് കൂടിയാണ്. കാരണം പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തുമ്പോൾ മതം നോക്കി മാത്രം കുറേ പേരെ കൊന്നൊടുക്കുമ്പോൾ അവർ വിചാരിച്ചത് അത് രാജ്യത്തൊരു വർഗീയ കലാപം ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും സംയമനം പാലിച്ചു, എല്ലാവരും ചേർന്ന് നിന്നു, ഒറ്റക്കെട്ടായിട്ട് നിന്നു. തുടർന്ന് വളരെ ഇന്ത്യയുടെ ഏറ്റവും സ്ട്രാറ്റജിക് മൂവ്മെൻ്റ് ആയിട്ടുള്ള കൃത്യമായ യുദ്ധമെന്ന് പറയാത്ത വിധത്തിൽ. കാരണം ഞാൻ ഈ യാത്രക്കിടയിൽ ധാരാളം രാജ്യക്കാരെ കാണുന്നുണ്ട്, പലയിടത്തും പാകിസ്ഥാനികളെയും കണ്ടിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ആത്യന്തികമായിട്ട് ഒന്നാണ്. ചില വർഗീയ സാധനങ്ങളൊക്കെ മറ്റു കാരണങ്ങളാൽ അവരിൽ വരുന്നതൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് മനുഷ്യരെല്ലാവരും നല്ലതാണ് എന്നാണ് എൻ്റെ യാത്രകൾ എന്നെ പഠിപ്പിച്ചേക്കുന്നത്. പാകിസ്ഥാനിലുള്ളവരും മനുഷ്യരാണ്, അതിർത്തിയിലുള്ളവരും മനുഷ്യരാണ്, നമ്മൾ കൊച്ചിയിലുള്ളവരും മനുഷ്യരാണ്. ഓരോന്നിലും കൊല്ലപ്പെടുന്ന എല്ലാം മനുഷ്യരാണ് ഏത് യുദ്ധത്തിലും. അതുകൊണ്ട് തന്നെ ആ ബോധത്തോടെയാണ് ഇന്ത്യ വളരെ ബോധപൂർവം തീവ്രവാദികളെ ടാർഗറ്റ് ചെയ്ത് മാത്രം അറ്റാക്ക് ചെയ്തത്. തിരിച്ച് പാകിസ്ഥാൻ അതിന് പ്രതികരിച്ചപ്പോൾ മാത്രം അവർക്കിട്ട് കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അവരുടെ ഇത് പൊളിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് വെറും മണിക്കൂറുകൾക്കുള്ളിൽ, വെറും 88 മണിക്കൂറിനുള്ളിൽ പഞ്ചപുച്ഛം അടക്കി യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നതും. അതിനുശേഷം അങ്ങനെ നമ്മൾ വിജയിക്കുകയും ചെയ്തു. അതിനുശേഷവും നയതന്ത്ര രംഗത്ത് നമ്മൾ നേടിയ വിജയം ഓരോ ഇടത്തും പോയി വിശദീകരിച്ച് അതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞ് അതിന് ശശി തരൂരിനെ പോലെ ഏറ്റവും മികച്ച ആളെ അയച്ചത്. അതിന് ആ പാർട്ടി എന്തിനാണ് അതിനെ എതിർത്തതെന്ന് പോലും മനസ്സിലാവണില്ല. അങ്ങനെയുള്ള കുറേ മണ്ടന്മാരൊക്കെ പലയിടത്തും ഉണ്ടാവും. പോട്ടെ. അപ്പോൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിമാനം തോന്നുന്ന കുറേ ദിവസങ്ങളാണ് കടന്നുപോയത്. അപ്പോൾ ആ ടീമിനെ ഇന്ത്യക്കാരെല്ലാവരും, അത് ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന OIC പോലുള്ളവരും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന്, CPM-നകത്ത് നിന്ന് ബ്രിട്ടാസ് അടക്കം പോയത് എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു കണക്കിന് പാകിസ്ഥാനോട് നന്ദിയുണ്ട്. ഇന്ത്യയെ ഒരുമിപ്പിച്ചതിന്, ഇന്ത്യ എന്ന എല്ലാ പാർട്ടിക്കാരെയും എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തിയതിന്, എല്ലാ മതക്കാരെയും ഒരുമിപ്പിച്ച് നിർത്തിയതിന്, അതുപോലെ ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള മൂവ്മെൻറ്റുകൾക്ക്, ഇന്ത്യ യുദ്ധത്തിലെടുത്ത സംയമനത്തിന്, പൊതുജനങ്ങളെ സിവിലിയൻസിനെ ആക്രമിക്കാതെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തതിന്, അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഇന്ത്യ ശക്തമായി വളരെ അഭിമാനത്തോടെ മുന്നേറുന്നതിനകത്ത് ഇങ്ങനെ യാത്ര പോകുമ്പോൾ എനിക്കും സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ, ആ ഇന്ത്യക്കാരനെന്നുള്ള അഭിമാനത്തിൽ ഞാനും നിങ്ങൾക്കൊപ്പം ചേരുന്നു. അപ്പോൾ ഞാനിവിടെ ഇനി മോണ്ടിനെഗ്രോയിൽ നിന്ന് മിക്കവാറും ഇന്ന് അൽബാനിയ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് കയറും. അങ്ങനെ യാത്ര നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സന്തോഷം. നമുക്ക് അടുത്ത രാജ്യത്ത് വെച്ച് അടുത്ത വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം.